വെൽക്കം ടു ജോളീസ് കുലീന. ഇന്ന് ഞാൻ ലവ്ലോലിക്ക കൊണ്ടുള്ളൊരു അച്ചാറാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതിന് വേണ്ടിയിട്ട് 2 ടേബിൾ സ്പൂൺ നല്ലെണ്ണ ഒഴിച്ചിട്ടുണ്ട്. നല്ലെണ്ണ നന്നായി ചൂടായി വരുമ്പോഴത്തേക്കും 2ആയിട്ട് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന നല്ല പഴുത്ത ലവ്ലോലിക്ക ആ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. നല്ല പഴുത്ത ലവ്ലോലിക്കയാണ്. അതിലേക്ക് കുറച്ച് വെളുത്തുള്ളി, ഒരു ചെറിയ പീസ് ഇഞ്ചി, 4 പച്ചമുളക്, ഒരു 4 തണ്ട് കറിവേപ്പില, ഇത്രയും കൂടിയിട്ട് നന്നായിട്ട് എണ്ണയിൽ വറുത്തിയെടുക്കണം. ഈ എണ്ണയിൽ കിടന്ന് വേണം നെല്ലിക്ക വെന്ത് കിട്ടേണ്ടത്. അപ്പോൾ നന്നായിട്ട് വറുത്തിയെടുക്കാം. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഇട്ട് കൊടുക്കാം. ഉപ്പിട്ട് കൊടുത്തിട്ട് നന്നായിട്ട് വീണ്ടും നമുക്ക് വറുത്തിയെടുക്കേണ്ടതുണ്ട്. നെല്ലിക്ക വേവുന്നത് വരെ നമുക്ക് ഈ എണ്ണയിലൊന്ന് വറുത്തിയെടുക്കണം. ഇപ്പോൾ ലവ്ലോലിക്ക സീസണാണ്. അപ്പോൾ ലവ്ലോലിക്ക കിട്ടുകയാണെങ്കിൽ ഇതുപോലെ അച്ചാർ ഇട്ട് വെച്ചാൽ നല്ല ടേസ്റ്റായിരിക്കും. നെല്ലിക്ക ഇപ്പോൾ നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നെല്ലിക്കയിൽ ഇടുന്ന മസാല ചേർക്കാം. 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, വറുത്ത് പൊടിച്ച ഉലുവാപ്പൊടി, പിന്നെ വറുത്ത് പൊടിച്ച ജീരകത്തിൻ്റെ പൊടിയാണ്. പിന്നെ വറുത്ത് പൊടിച്ച കുറച്ച് കടുകിൻ്റെ പൊടിയും കൂടെ നമ്മൾ ചേർക്കുകയാണ്. ഇത് ഈ നെല്ലിക്കയിലോട്ട് നമുക്ക് ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ ലവ്ലോലിക്കയുടെയൊക്കെ സീസണാണ്. അപ്പം ലവ്ലോലിക്ക മിക്ക സ്ഥലങ്ങളിലും ഉണ്ട്. അപ്പം ഇതുപോലെ അച്ചാർ ചെയ്ത് നോക്കണം. നമുക്ക് ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാനായിട്ട് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു അച്ചാറാണിത്. ഇതിലേക്ക് നമുക്ക് കുറച്ച് കായം കൂടി ഇട്ട് കൊടുക്കാം. കുഞ്ഞുങ്ങൾക്ക് ചോറ് കെട്ടാനൊക്കെ, സ്കൂളിൽ പോകുമ്പോഴൊക്കെ ചോറ് കെട്ടാനും ഒക്കെ വളരെ എല്ലാവരും ഇഷ്ടപ്പെടുന്ന ഒരു ലവ്ലോലിക്ക. ഇത് നല്ല പഴുത്ത ലവ്ലോലിക്ക ആയതുകൊണ്ടാണ് നന്നായിട്ട് വെന്ത് ഇതിനോട് ചേർന്നിട്ടുണ്ട്. ഇനിയിപ്പം നമുക്ക് ഇതിലേക്ക് എണ്ണ തെളിഞ്ഞ് നിൽക്കണം കേട്ടോ. അച്ചാറുണ്ടാക്കുമ്പോൾ അതിൽ എണ്ണ തെളിഞ്ഞ് നിൽക്കണം. അതാണ് അതിൻ്റെ ഒരു ശരിയായിട്ടുള്ളൊരു രീതി. ഇനിയിപ്പോൾ അതിലേക്ക് നമുക്ക് 1 ടേബിൾ സ്പൂൺ വിനാഗിരിയും കൂടെ ചേർക്കുന്നുണ്ട്. അല്ല, വിനാഗിരിയും കൂടെ ചേർത്തു ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി കുറച്ച് സമയം നമുക്ക് അടച്ചു വെക്കാം. വളരെ കുറച്ച് സമയം ഒന്ന് അടച്ചു വെക്കാം. ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. പിന്നെ അച്ചാർ റെഡി. എല്ലാവരും ചെയ്ത് നോക്കണം കേട്ടോ. ഓക്കേ.